നമസ്കാരം. UAEcarlon.com-ലേക്ക് സ്വാഗതം. ഞാൻ ദീപക്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഞങ്ങളുടെ സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വണ്ടി വാങ്ങിക്കാം. എവിടെ നിന്ന് വാഹനം വാങ്ങിച്ചാലും വിൽക്കുന്ന ആൾക്ക് അപ്പം തന്നെ ക്യാഷ് കൊടുക്കുകയും ആ വണ്ടി വാങ്ങിച്ചതിന് ശേഷം പിന്നെ ബാങ്കിൽ നിന്ന് 0 ഡൗൺ പേയ്മെന്റ് കാർ ലോൺ ചെയ്തു തരുന്നതാണ് ഞങ്ങളുടെ സർവീസ്. അപ്പോൾ ഞങ്ങളുടെ ഈ സർവീസ് 10 ആളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ള ഗൂഢോദ്ദേശത്തോടെ മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. പക്ഷേ ഇതിനകത്ത് തരുന്ന ചിലപ്പോൾ ടിപ്പുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിലേക്ക് ഒരു പക്ഷേ പ്രയോജനപ്പെട്ടേക്കാം. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കേട്ടു വെക്കും. അപ്പോൾ ഇതിൻ്റെ സംഭവം ഇങ്ങനെയാണ്. നമ്മളൊരു വണ്ടി വാങ്ങിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് EMI വരുന്നത്? നമുക്കൊരു ഏതൊരു പൊട്ട വണ്ടി വാങ്ങിച്ചാലും ഏകദേശം ഒരു 600 രൂപ 650 രൂപ EMI വരും. കാരണം മിനിമം 20,000 രൂപ ലോൺ എടുക്കണം അല്ലേ? പറയുമ്പോൾ കണക്ക് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊരു കണക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടാവും. നമ്മളൊരു ഡീലറുടെ അടുത്ത് പരസ്യം കാണുന്നത് 350 രൂപ ഇട്ടിട്ട് 400 തൊട്ടിട്ട് EMI എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ EMIയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ 0 ഡൗൺ പേയ്മെന്റിലാണെന്ന് പറയുന്നു അല്ലേ? ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓൺ റോഡ് എക്സ്പെൻസ് ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ഇൻഷുറൻസ് കാര്യങ്ങൾ പറയുന്നു, ബാങ്കിന്റെ പ്രൊസീഫ്യൂ പറയുന്നു, ഇവാലുവേഷൻ പറയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബാങ്കിന്റെ പലിശ പറയുന്നു. ഇതെല്ലാം കൂടി കൂട്ടി വരുമ്പോഴത്തേക്കും ഏകദേശം ഈ പറഞ്ഞ പൈസയിലേക്ക് എത്തും. അപ്പോൾ എന്തോ ആവട്ടെ, അത് വേറെ ഭാഗമായിട്ടാണ് നമുക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളൊരു പൊട്ട വണ്ടി വാങ്ങിച്ചാലും ഏകദേശം ഇങ്ങനെ പറയാം, ഒരു 500 തൊട്ടിട്ട് ഒരു 600 വരെ ഒരു അടവുണ്ടാവും അല്ലേ? പൊട്ട വണ്ടിക്കാട്ടോ ഞാൻ പറയുന്നത്, ഏറ്റവും കുറഞ്ഞ വിലയുള്ള ഒരു വണ്ടിക്ക്. പൊട്ട വണ്ടി എന്ന് ഉദ്ദേശിക്കുന്നത് കുറഞ്ഞ വില, അത്രയും ഉദ്ദേശമുള്ളൂ. അപ്പോൾ ഇത് നമ്മളൊരു വാഹനം വാങ്ങിക്കുമ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് നമ്മൾ ക്യാഷ് വാങ്ങിക്കാനുള്ളതാണ്. ഇത് നമുക്ക് ക്യാഷ് ഇല്ല, അങ്ങനെയുള്ള ഇപ്പോൾ സാഹചര്യത്തിലാണ് നമ്മൾ ലോണിലേക്ക് പോവുക. ലോണിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ച് ഡൗൺ പേയ്മെന്റ് നമ്മൾ കരുതി വെക്കുക തന്നെ വേണം. കാരണം ഒരു ദിവസം ഒരു നിശ്ചിത സുപ്രഭാതത്തിൽ നമ്മൾ എഴുന്നേക്ക് നോക്കി വണ്ടി വാങ്ങിക്കാൻ തീരുമാനിച്ചു, ഓടിപ്പോയി വണ്ടി വാങ്ങിച്ചു. അങ്ങനെയല്ല നമ്മൾ ചെയ്യുക. സാധാരണക്കാരുടെ കാര്യമാണ് കേട്ടോ, ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വാഹനം വാങ്ങിക്കുമ്പോൾ നമ്മൾ 10 പ്രാവശ്യം ആലോചിക്കും അല്ലേ? 10 ആൾക്കാരെ വിളിക്കും, ഇപ്പോഴത്തെ അവസരമായിട്ട് 10 വീഡിയോസ് കാണും. ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് എവിടെയാണ് സൂട്ടെന്ന് ഓർത്തിട്ട് നമ്മൾ നല്ല ഭാഗം നോക്കി നമ്മൾ പോകും, ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ നമുക്ക് ബാങ്കിന്റെ പലിശ എന്ന് പറയുന്നത് ഇപ്പോൾ ആനം ബേസിലാണ്. അതായത് 3.5 അല്ലെങ്കിൽ 5.5 6.5 6.15 എന്നൊക്കെ പറയുന്ന ഓരോ റേറ്റുകളൊക്കെ വരുന്നത് ഇപ്പോൾ ആനം ബേസിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എത്ര വർഷത്തേക്ക് ലോൺ എടുക്കുന്നു എന്നനുസരിച്ചിരിക്കും അതിന്റെ പലിശ. നമുക്കൊരു സാധാരണ രീതിയിൽ നമുക്കൊരു വണ്ടി മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്നത് 5 വർഷത്തേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മിനിമം 1 വർഷത്തേക്കും മാക്സിമം 5 വർഷത്തേക്കും. അപ്പോൾ 1 വർഷം ചെയ്യാം, 2 വർഷം ചെയ്യാം, 3 വർഷം ചെയ്യാം, 4 വർഷം ചെയ്യാം, 5 വർഷം ലോൺ ചെയ്യാൻ പറ്റും. വണ്ടിയുടെ മോഡലും ബാക്കിയത്തെ എല്ലാ ക്രൈറ്റീരിയസും ഓക്കെ ആണെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം പറ്റുന്നത്. അപ്പോൾ മിനിമം നമ്മൾ 5 വർഷത്തെ ലോൺ എടുക്കാൻ പറ്റുന്ന വണ്ടി തന്നെ എടുക്കുക. എന്നിട്ട് 5 വർഷത്തേക്ക് നമ്മൾ ലോൺ എടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യം വരാം, പലിശ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി 2 വർഷം ആക്കാൻ പാടില്ല എന്ന്. ആക്കാം, പക്ഷേ അപ്പം നമുക്ക് വരുന്ന ലയബിലിറ്റീസ് കൂടുതലായിരിക്കും. കാരണം നമ്മളൊരു ഈ പറഞ്ഞ 25,000 രൂപ 20,000 രൂപ നമ്മൾ ലോണാക്കി എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്തു വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 500 തൊട്ട് 600 രൂപ വരുമെങ്കിൽ അത് 2 വർഷത്തേക്ക് ആയിക്കഴിഞ്ഞാൽ ഏകദേശം സിമ്പിളായിട്ട് ചിന്തിച്ചു 25,000 രൂപ 2 വർഷത്തേക്ക് അടയ്ക്കുമ്പോൾ ഏകദേശം 1000 രൂപയ്ക്ക് മേലുള്ള പൈസ തന്നെ വന്നില്ലേ? പ്രിൻസിപ്പൽ എമൗണ്ട് പിന്നെ എൻ്റെ ഓണർ എക്സ്പെൻസും കാര്യങ്ങളെല്ലാം കൂടി വരുമ്പോൾ ഒരു 1,500 രൂപയ്ക്ക് അടുത്തേക്ക് എത്തും. ഏകദേശം ഞാൻ പറയുന്ന കണക്ക് വീണ്ടും പറയുകയാണ്, എന്നെ ആരും ചീത്ത വിളിക്കരുത്. അപ്പോൾ എത്ര തന്നെ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു കേസിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാതെ ആയി പോകും. കാരണം ചിലപ്പോൾ ഒരു ജോലി നഷ്ടപ്പെടാം, നമുക്കൊന്ന് നാട്ടിൽ പോകേണ്ടി വരാം, ഒരു മാസം ശമ്പളം ഇല്ലാണ്ടായി പോവാം, പല കാര്യങ്ങൾ വരാം. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ EMI മുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? അത് നമ്മളൊരു കാർ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ഡൗൺ പേയ്മെന്റ് ഉള്ള ഒരു കുറച്ച് പൈസ ആദ്യം ഒരു 3-4 മാസം ഒരു കുറച്ച് ശേഖരിച്ച് വെച്ച് ആദ്യം അത് റെഡിയാക്കി വെക്കുക. പക്ഷെ ഡൗൺ പേയ്മെന്റ് അടയ്ക്കാൻ ഞാൻ പറയുന്നില്ല കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ അടയ്ക്കാൻ പറ്റുമെങ്കിൽ അടയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത് കയ്യിൽ വയ്ക്കുക. അതിനുശേഷം നമ്മൾ EMI തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ EMI ഒരു 600 രൂപയാണെന്നിരിക്കട്ടെ. 600 രൂപയാണെങ്കിൽ നമ്മളൊരു 400 രൂപ ഏകദേശം കണക്കായിട്ട് പറയുന്നത് ഒരു 300-400 രൂപ 24 ക്യാരറ്റിന്റെ ഈവൻ 1 ഗ്രാം ആണെങ്കിലും നമ്മളത് വാങ്ങിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ EMIയുടെ കൂടെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പൈസയും നമ്മൾ ശേഖരിച്ചു വയ്ക്കുക. സ്വാഭാവികമായിട്ട് 400 രൂപയുടെ ബെനിഫിറ്റ് എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില പോകുന്നത് റോക്കറ്റ് കയറി പോകുമ്പോഴേ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 2003 ഞാൻ ഇവിടെ വരുന്നത്. 2003 ഏതാണ്ട് 25 രൂപയോ 40 രൂപ എങ്ങാണ്ടാണ്, 25 രൂപ 30 രൂപ അങ്ങനെ എന്താണ് എൻ്റെ വിലയുള്ളൂ. 40 രൂപ കൂട്ടിക്കോളും. അപ്പോൾ 40 രൂപ കൂട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ അന്ന് ഞാനൊക്കെ താമസിച്ചിരുന്നൊരു കൊച്ചതിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ലേബർ ക്യാമ്പിൽ താമസിക്കുന്ന സമയത്ത്
അവിടെ എല്ലാവരും പറയുന്നത് സ്വർണത്തിന് ഒരു എന്നാ പോക്കാൻ പോണേ, 50 പറഞ്ഞു ഇതിനും മേലെ പോകാനില്ല, 65 ദീപം പറഞ്ഞു ഇതിനും മേലെ ആർക്കും പോകാനില്ല, 70 ദീപം പറഞ്ഞു ഇതിനും മേലെ പോകാനില്ല. ഇപ്പോൾ 65 കിടക്കുന്നു, 70 കിടക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരാൾ പോയപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെയൊക്കെ വില എത്രയും കയറിപ്പോയി എന്നുള്ള കാര്യം. ഇത് എനിക്ക് പറഞ്ഞു തന്നത് വേറൊരാളാണ്, റഷീദിക്ക. അപ്പോൾ റഷീദിക്ക ഒരു ദിവസം എന്നോട് ഇങ്ങനെ പറയണം, എടാ മോനെ നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ പറ്റുവാണെങ്കിൽ ഒരു ഗോൾഡ് കോയിൻ വാങ്ങിച്ചു വയ്ക്കുക, ആളുടെ മകളെ കെട്ടിക്കാനായിട്ട് ആളുടെ ദിവസം 100 അത്യാവശ്യം നല്ല കോയിൻസ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കച്ചവടം കഴിയുമ്പോൾ ഒരു പരിപാടി ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന പൈസയിൽ ഒരു കോയിൻ വാങ്ങിക്കും. അന്നത്തെ സമയത്ത് കോയിൻ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ 1 ഗ്രാം ഒരു പവൻ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 3000 രൂപ കൊടുക്കണം. അപ്പോൾ 1 പവൻ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധാരണക്കാരെ സംബന്ധിച്ച് എന്തായാലും പോസിബിൾ അല്ല, ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ EMIയുടെ കൂടെ തന്നെ ഒരു ചെറിയൊരു ഗോൾഡ് കോയിനും വാങ്ങിച്ചു വയ്ക്കുക. ഈ ഗോൾഡ് കോയിൻ നമ്മൾ ഉപയോഗിക്കാതെ അവിടെ തന്നെ ഇരിക്കട്ടെ, എന്നിട്ട് നമ്മൾ EMI അടച്ചുകൊണ്ടിരിക്കുക. ഒരു 2 വർഷം കഴിയുമ്പോൾ ഈ ഗോൾഡ് കോയിൻ കൊണ്ടുപോയി നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ ഈ ഗോൾഡ് കോയിൻ്റെ ഇതിൻ്റെ വാല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പലിശ അടച്ച പൈസ നമുക്കത് ഏകദേശം ഫ്രീ ആയി തന്നെ കിട്ടും. അതാണ് എൻ്റെ ഒരു കണക്ക്. കാരണം ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് 2030 ഏറ്റവും ഗോൾഡിന് പ്രൈസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ള ഒരു വർഷം. 2030 വരെ എത്തിക്കാന്നുള്ളതല്ലാട്ടോ നമ്മുടെ ഇത്. ഈ 2030 നമ്മൾ ഓരോ ഗ്രാം സ്വർണം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ വണ്ടി നമ്മൾ അടച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ വാങ്ങിച്ചു വെച്ച സ്വർണം കൊണ്ട് സ്വർണത്തിൻ്റെ ഇൻക്രിമെൻ്റ് കൊണ്ട് തന്നെ വണ്ടിയുടെ ഒരു 1/4 ഭാഗത്തെ പൈസ നമുക്ക് അടച്ചു തീർക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് പറയുന്നത് ലോജിക്കാണോ എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സംശയം ചിലർക്കെങ്കിലും തോന്നാം. ഇത് ലോജിക്കാണ്. നിങ്ങളല്ലെങ്കിൽ ഇതിലേക്ക് മുന്നോട്ടേക്കുള്ള കണക്കുകളൊക്കെ ഒന്ന് എടുത്തു നോക്കൂ. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, എൻ്റെ സർവീസ് 10 ആളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ്. നിങ്ങളൊരു വണ്ടി വാങ്ങിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ സെല്ലറിൽ നിന്ന് വണ്ടി വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഡീലറുടെ കയ്യിൽ നിന്ന് വണ്ടി വാങ്ങിക്കുമ്പോൾ അവരുമായിട്ട് മാക്സിമം ബാർഗൻ ചെയ്ത് വണ്ടി വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ സർവീസിൻ്റെ ഒരു ബെനിഫിറ്റ്. അതായത് അവർക്ക് കൊടുക്കാനുള്ള ക്യാഷ് ഞങ്ങളുടെ കമ്പനി ആദ്യം തരികയും പിന്നെ അത് ലോണാക്കി തരികയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് സർവീസ് ചാർജ് കമ്മീഷനൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് അത് ലാഭകരം തന്നെയായിരിക്കും. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞങ്ങൾ എന്തായാലും സമീപിക്കുക. ഞങ്ങളുടെ വെബ്സൈറ്റ് ഐഡിയാണ് www.uaecarloan.com. താങ്ക് യു.